നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഡിസംബർ മാസമായി തെങ്ങിന് കൊടുക്കേണ്ട പരിചരണത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പലരുടെയും പരാതിയാണ് തെങ്ങ് കായ്ക്കുന്നില്ല, പഴയതുപോലെ കായ്ക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ തെങ്ങിന് ഇടകളയ്ക്കുന്നില്ല, വളമിടുന്നില്ല, തെങ്ങ് കായ്ക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ പലരും തെങ്ങിനിടയ്ക്കൂടാണ് റബ്ബർ വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ റബ്ബറിൻ്റെ ചൂടലടിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഈ തെങ്ങ് കായ്ക്കില്ല. പിന്നെ നമ്മുടെ ഈ പരിചരണം മുടങ്ങിക്കഴിഞ്ഞാൽ ഈ തെങ്ങ് കായ്ക്കുന്നത് വളരെ കുറയും. ഡിസംബർ മാസം ജലലഭ്യത ക്രമേണ കുറയുന്ന സമയമായതിനാൽ ജലസേചനത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഡിസംബർ മുതൽ മെയ് മാസം വരെ നനയ്ക്കുന്നത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 4 ദിവസത്തിലൊരിക്കൽ തെങ്ങൊന്നിന് 250 മുതൽ 300 ലിറ്റർ വെള്ളം നൽകുന്നത് വളരെ പ്രയോജനകരമാണ്. തുള്ളി നനയാണെങ്കിൽ ഒരു ദിവസം 30 മുതൽ 50 ലിറ്റർ വെള്ളം വരെ നൽകാം. ജലസേചന സൗകര്യമുള്ള തോട്ടങ്ങളിൽ രാസവള പ്രയോഗവും നടത്താം. നല്ല പരിചരണം നൽകുന്ന തോട്ടങ്ങളിൽ തെങ്ങൊന്നിന് യൂറിയ, സൂപ്പർ ഫോസ്ഫേറ്റ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 335 ഗ്രാം, 330 ഗ്രാം, 570 ഗ്രാം എന്നിങ്ങനെ നൽകാം. പുതയിടിയിൽ ശരിയായ പുതയിടിയിൽ മൂലം മണ്ണിൽ നിന്ന് ഈർപ്പം നഷ്ടപ്പെടുന്നത് 40 മുതൽ 50% വരെ കുറയ്ക്കുന്നു. കൂടാതെ മണ്ണിൻ്റെ താപനില സ്ഥിരതയോടെ നിലനിർത്തുകയും ചെയ്യാം. ജൈവവസ്തുക്കൾ ഉപയോഗിച്ച് പുതയിടുന്നത് മണ്ണിൽ സൂക്ഷ്മാണുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും വായു സഞ്ചാരം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതുവഴി കള നിയന്ത്രണവും ഒരു പരിധിവരെയും സാധ്യമാകുന്നു. തെങ്ങോല, വാഴയില, പുല്ല്, ഉണങ്ങിയ മറ്റ് ഇലകൾ, തൊണ്ട് ഇവയെല്ലാം പുതയിടലിന് തെങ്ങിൻ തടങ്ങളിൽ ഉപയോഗിക്കാൻ 12 മുതൽ 15 സെൻറ്റിമീറ്റർ കനത്തിൽ പുതയിടുന്നതാണ് ഏറ്റവും അഭികാമ്യം. തടിയിൽ നിന്ന് 30 മുതൽ 40 സെൻറ്റിമീറ്റർ അകലത്തിൽ 1.5 മുതൽ 2 മീറ്റർ ചുറ്റളവിൽ 8 മുതൽ 12 സെൻറ്റിമീറ്റർ ആഴത്തിൽ തടമെടുത്ത് ജൈവവളം വിതറിയ ശേഷം പുതയിടിയിൽ നടത്താം. ഇത് നാളികേരത്തിൻ്റെ ഉൽപ്പാദനം 20 മുതൽ 30% വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നു. പുതയിടിയിലിന് മുന്നോടിയായി രാസവള പ്രയോഗം നടത്തണം. യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്നിവ കൂടാതെ മൈക്രോ ന്യൂട്രിയൻറ്റ് 100 ഗ്രാം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. തെങ്ങിന് ചുവട്ടിൽ നിന്ന് 1.5 മീറ്റർ ചുറ്റളവിൽ തടമെടുത്ത് വളം വിതറിയ ശേഷം കനത്തിൽ മണ്ണിട്ട് മൂടുക. വളപ്രയോഗത്തിന് ശേഷം ജലസേചനം നടത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുമ്മായം, ഡോളോമേറ്റ് തെങ്ങിൻ തടത്തിൽ വിതറി 10 മുതൽ 14 ദിവസത്തിന് ശേഷം ജൈവവളം 25 മുതൽ 50 കിലോഗ്രാം തെങ്ങൊന്നിന് നൽകാം. ജൈവവളം നൽകി ഒരാഴ്ചയ്ക്ക് ശേഷം രാസവളം നൽകാം. തെങ്ങിൻ്റെ കൂമ്പ് ചീയൽ രോഗത്തിനെതിരായി ജാഗ്രത വേണം. നാമ്പോല വലിച്ചാൽ എളുപ്പത്തിൽ ഊരി വരിക, അഴുകിയ മണ്ടയിൽ അസഹ്യമായ ദുർഗന്ധം ഉണ്ടാകുക എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ചീഞ്ഞ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. മുറിപ്പാടിലും അതിനു ചുറ്റും ബോർഡോ കുഴമ്പ് പുരട്ടി പ്ലാസ്റ്റിക് കവർ കൊണ്ടോ വാഴയില കൊണ്ടോ പൊതിഞ്ഞു കെട്ടുക. മുട്ടുസൂചി കൊണ്ട് തുളയിട്ട കവറുകളിൽ മാംഗോസെബ് എന്ന കുമിൾനാശിനി 2 ഗ്രാം വീതം നിറച്ച് നാമ്പോലയ്ക്ക് തൊട്ടു താഴെയുള്ള 2-3 ഓല കവിളുകളിൽ വയ്ക്കാവുന്നതാണ്. ചെന്നീരൊലിപ്പ് രോഗം ബാധിച്ചാൽ തെങ്ങിൻ തടിയുടെ ചുവട് ഭാഗത്തുള്ള വിള്ളലുകളിലൂടെ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള ദ്രാവകം ഒലിച്ചിറങ്ങുന്നു. കൂടാതെ പുറം ഓലകൾ മഞ്ഞളിച്ച് തുടങ്ങുന്നു എന്നീ ലക്ഷണങ്ങൾ പ്രകടമാകും. കേടുവന്ന ഭാഗങ്ങൾ ചെത്തിമാറ്റി മുറിവിൽ ഹെക്സാകോണസോൾ അല്ലെങ്കിൽ കോണ്ടാഫ് 5 മില്ലി ലിറ്റർ 100 മില്ലി ലിറ്റർ വെള്ളത്തിൽ യോജിപ്പിച്ച് പുരട്ടി രോഗം നിയന്ത്രിക്കാം. ട്രൈക്കോഡർമ ചേർത്ത സമ്പുഷ്ടീകരിച്ച ചാണകം തെങ്ങിൻ ചുവട്ടിൽ ഇടുന്നത് ഗുണപ്രദമാണ്. അപ്പോൾ തെങ്ങിന് ഇപ്പോൾ കൊടുക്കേണ്ട പരിചരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.